ഹജ്ജൊരനുഭവമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എത്ര വലിയ അനുഭവം. ഞാൻ ഏറ്റവും ഇപ്രാവശ്യം ദുആ ചെയ്ത് സൗദിയുടെ പോലീസുകാർക്ക് വേണ്ടിയാണ്. എത്ര വലിയ സേവനം. യാ ഹാജ് യാ ഹാജ്. തളർന്നവരെ തോളിലേറ്റവനെ കയ്യിൽ താങ്ങി പൊരിവെയിലത്ത് പാവപ്പെട്ട ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്ത സൗദിയുടെ പോലീസ് വിഭാഗം. അള്ളാഹു ഭരണാധികാരികൾക്ക് തൗഫീക്ക് നൽകട്ടെ. സേവനപരതനായി ദുൽഹജ്ജ് 13 ഹാജിമാര് മിനയിൽ നിന്ന് പിരിയുമ്പോ നട്ടുച്ച നേരത്ത് പൊതുറോട്ടിലും മലന്ന് തളർന്നു വീണ സൗദിയുടെ പോലീസ് ഉദ്യോഗസ്ഥർ. എത്ര അനുഗ്രഹമാണ് അവരുടെ സേവനങ്ങൾ. ദുൽഹജ്ജ് 13 25 ലക്ഷം ജനങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് തിരിച്ചിറങ്ങുമ്പോ 2 മണിക്കൂറിന്റെ ഉള്ളിൽ മിനയുടെ മാലിന്യങ്ങൾ മുഴുവനെ തുടച്ചു മാറ്റിയിട്ട് സൗദി ഏറ്റവും വലിയ വൃത്തിയുടെ സന്ദേശം നൽകുമ്പോ 25 ലക്ഷം ആളുകൾ തടിച്ചുകൂടി അടുത്ത് നിന്ന് സർവ്വ മാലിന്യങ്ങളും 2 മണിക്കൂർ കൊണ്ട് മാറ്റി. ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചത് സൗദിയുടെ പോലീസുകാരാണ്. പിന്നെ അത് സമസ്തയുടെ മക്കളാണ്. ആലപ്പുഴ കടപ്പുറത്ത് പിന്നെ ചരിത്രം കാണിച്ചത്. ആലപ്പുഴ കടപ്പുറത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്ന സംഘടനയുടെ ദേശീയ സമ്മേളനം കഴിഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് വിദ്യാർത്ഥിക്ക് വധഭീഷണി വരുമ്പോ കേരളത്തിന്റെ ഉള്ളിൽ ആത്മീയ ഭരണം നടക്കുന്ന സംഘടന ആലപ്പുഴ കടപ്പുറത്ത് തണൽത്തരികളെ സ്വർണ്ണത്തരിമണനാക്കി തിരിച്ചുകൊടുത്ത ചരിത്രം രേഖപ്പെടുത്തിയ സമസ്തയുടെ മക്കളാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഹജ്ജ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു ദുആയാണ് ഇവിടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 14 വിദായിന്റെ തവാഫ്. നേരെ ഓടിച്ചെന്നു മഗ്രിബിന്. സവലം കിട്ടിയില്ല. മഗ്രിബിന് ഹറമിന്റെ മുറ്റത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ ഇമാമത്ത് ആയത്ത് തുടങ്ങി. മഴ മെല്ലെ പെയ്യാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ചാറി നിൽക്കുന്ന മഴ നനഞ്ഞിട്ട് ഹറമിന്റെ മുമ്പിൽ നിസ്കരിച്ചു. ഞാൻ ഇടുക്കിക്കാരൻ. ഇടുക്കി വൃഷ്ടിപ്രദേശമാണ്. ഞാൻ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന കാലം മുതലേ പെരുവെള്ളത്തും മഴയിലും പുഴയിലും മുങ്ങിക്കുളിച്ച് നടന്നവൻ. പക്ഷെ ഏറ്റവും നല്ല മഴ കൊണ്ടത് 39ാമത്തെ വയസ്സിൽ. ആദ്യത്തെ റക്അത്തിൽ മഴ ഇങ്ങനെ ചിന്നിച്ചു തരി. സുന്ദരമായ ഹറമിലെ ഇമാമിന്റെ ശ്രവണ സുന്ദരമായ ഖുർആൻ കേട്ട ഒന്നാമത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഒരു ചതി കാണിച്ചു കളഞ്ഞു. രണ്ടാമത്തെ റക്അത്തിൽ മഴ ചാറിക്കൊണ്ടിരിക്കവേ ഫാത്തിഹ ഓതിയിട്ട് അദ്ദേഹം ആയത്ത് മാറ്റി. മഴയുടെ ആയത്തോതി അവനാണ് മഴയെ ഇറക്കിയവൻ. വയൻഷുറു റഹ്മത്തഹു, ആ മഴയെ കുത്തിച്ചൊരിയിപ്പിച്ചവൻ എന്റെ റബ്ബാൻ. ആയത്ത് ഹറമിൽ തീർന്നില്ല. ആകാശത്തും മഴയിന്ന് കുത്തിച്ചൊരിഞ്ഞു. കാൽപ്പാറങ്ങളിനിടയിലൂടെ മലവെള്ളപ്പാച്ചിൽ പോലെ ഹറമിന്റെ മുറ്റത്ത് വെള്ളം തടം തല്ലിയാർത്തൊടുകു. നേരെ കുതിച്ചു വരുന്ന ഹറമിനെ തടികിത്തലോടി വന്ന മലവെള്ളപ്പാച്ചില് തലവെച്ചിട്ട് സുജൂദ് ചെയ്തു. തല ഉയർത്താൻ തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോ അപ്പോഴാണ് ഇബ്നു മാദിയുടെ ഹദീസ് ഓർമ്മ വന്നത്. ഞാനിത് പറയാനാണിത് പറഞ്ഞത്. നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്തോളീൻ. ആ ദുആയ്ക്ക് സ്വീകാര്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇരുന്നിട്ട് ഹറമിന്റെ കോരിച്ചെറിയുന്ന മഴയത്ത് മഴത്തുള്ളി കൈവെള്ളയിൽ അപ്പോഴും ദുആ ചെയ്തു. റബ്ബേ, ദുആ ചെയ്തെന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, ചെയ്യാത്തത് എനിക്ക് വേണ്ടി മാത്രം. അപ്പോഴും പറഞ്ഞു, റബ്ബേ, 100 കണക്കിന് സദസ്സുകളില് പൈസ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് തരാമെന്ന് പറഞ്ഞ 10,000 ആളുകൾ ദുആ പലതും പറഞ്ഞിട്ടുണ്ട്. അവരെയും നീ ദുആയിൽ പെടുത്തണേ അല്ലാഹ്. അന്നും മറക്കാതെ ദുആ ചെയ്തിട്ടുണ്ട്.